അമ്മാ ഇതിലേ 1 കിലോ ഇറച്ചിയുണ്ട്. എനിക്ക് കോഴിക്കറിയും വേണ്ട, കോഴി പൊരിച്ചതും വേണ്ട, ചില്ലിയും വേണ്ട. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാൻ പറ്റുമോ? നിനക്ക് ഞാനിതിലേ നല്ല അടിപൊളി നാടൻ പൊരട്ടുണ്ടാക്കി തരാം. ചിക്കൻ പൊരട്ടോ? ആ തേങ്ങാപ്പൂളൊക്കെ ഇട്ടുള്ള. അതെ ഉണ്ടാക്കി തരാം. വാ. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ഇറച്ചി നമ്മൾ കറിക്കൊക്കെ വെട്ടണത് പോലെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇറച്ചിനെ ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇറച്ചിയിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിൽ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൊത്തുതാ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നാടൻ ചിക്കൻ വരട്ടിയതിന് തേങ്ങ കൊത്ത് ബെസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിൽ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇറച്ചിക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി ഇടണേ, ഒറ്റ അടിയിൽ ഇടാൻ പാടില്ല, ഉപ്പ് കൂടിപ്പോവും. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ നാടൻ കറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ പഴയ കാലത്തെ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് പാതി ചെറുനാരങ്ങയുടെ നീരിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞെന്ന പോലെയാണല്ലോ ഇപ്പോഴും പിയല്. അപ്പൊ എല്ലാ വെള്ളം നീര് കുഞ്ഞ് കിട്ടും. അതിനാ ഇനി നമുക്ക് ഇതൊക്കെ പാടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മള് മീൻ ഇറച്ചൊക്കെ കായം കൂട്ടുന്നത് പോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇനിയിപ്പോ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ എല്ലാം ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ ഇറച്ചിയിൽ എല്ലായിടത്തും ആയിട്ടുണ്ട്, എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മൂടിയിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂറൊക്കെ വെക്കണേ? ഈ 1/2 മണിക്കൂർ വെച്ചാലാണ് നമ്മളെ പെരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മസാലയൊക്കെ നല്ല പിടിച്ചിട്ടും ഉണ്ടാവും ഇറച്ചിയിലല്ലേ. അതിനാണ് 1/2 മണിക്കൂർ വെക്കണത്. 1/2 മണിക്കൂർ ഇനിയിപ്പോൾ വെക്കാൻ ടൈം ഇല്ലാത്തവർ ആണെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് എങ്കിലും വെച്ചെടുക്കാം. മാക്സിമം അല്ല, മിനിമം. ഇനിയിപ്പോൾ 1/2 മണിക്കൂർ വെക്കാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും വെച്ചെടുക്കണം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് മസാല ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇപ്പം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. എല്ലാ മസാലയൊക്കെ പിടിച്ച് ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇറച്ചിയിൽ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നാൽ ഞാൻ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഒന്ന് കളർ മാറി വരട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറിയ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മീഡിയം സൈസിലെ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. ഇത് അരിഞ്ഞ് നോക്കുമ്പോൾ 1 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് ഒന്ന് വാടി നന്നായിട്ട് വരട്ടെ. നമ്മുടെ ഈ നാടൻ കറികളും പുരട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും ഒഴിച്ചാലാണ് ആ പഴയ നാടൻ കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് വാടി ഒരു ചെറിയ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ കുറച്ചുകൂടി കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് 4ആയിട്ട് കീറിയത് അതും ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ.
ഈ കറിവേപ്പില നമ്മൾ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ടല്ലോ. കരിവേപ്പില ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട്, ഇതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ കരിവേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു കരിവേപ്പിലയുടെ ഒരു മണമും എല്ലാം പാടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് കരിവേപ്പില തോനിടുന്നത്. മക്കളെ അങ്ങനെ ഇളക്കി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറി കരിവേപ്പിലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല കൂട്ടി വെച്ച ഇറച്ചി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അത് ഇട്ടപ്പോൾ തന്നെ എന്താ മണം? അതാണ് കരിവേപ്പിലയുടെ മണമും ചെറിയുള്ള കൊച്ചുള്ളിയുടെയും ടേസ്റ്റ്. ചെറിയ ഉള്ളി എന്തിലിട്ടാലും ടേസ്റ്റ് കൂടുതൽ കേട്ടാ. 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കാൻ. നല്ല തീ കത്തിച്ചിട്ട് വേണം ഇളക്കാൻ. 4-5 മിനിറ്റോ? 4 മിനിറ്റൊക്കെ ഇളക്കണോ? നല്ല രുചിയിൽ തിന്നാനും വേണം, എന്നാൽ പണി ചെയ്യാനും മടിയാ. ശരി, ഉണ്ടാക്കി കിടന്ന ഉമ്മയുടെ കടമയാണ്. അത് ഉമ്മാനെ സഹായിക്കുന്നത് മക്കളെ കടമയാണ്. ഇതിപ്പോ നമ്മുടെ ഇറച്ചി നല്ല തീ കത്തിച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചൊക്കെ ഒന്നിങ്ങനെ നിരപ്പാക്കി വെക്കാം. വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ഒരു കാര്യം ചെയ്യാൻ മറന്നുട്ടാ. എന്തേ? ഇറച്ചി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോ? എടാ പൊട്ടാ, ഇറച്ചി വേകാനുള്ള വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ പെരട്ടെന്ന് പറയണത് ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങി വേകണം. വെന്ത് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. അതാണ് പുരട്ട് പറയണത്. അപ്പം ആണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോ മൂടി വെച്ച് വേവിക്കുമ്പോ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, തുറന്നിട്ട്. അതില്ലെങ്കിൽ അടി പിടിച്ചു പോകും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കില്ല. എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഇറച്ചി 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഇളക്കി ഈ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. വെള്ളം ഒക്കെ ഇല്ല, ഒരിച്ചിരി വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കാം ഇളക്കിയിട്ട്. നീ അല്ലേടാ പറഞ്ഞ് വെള്ളം ഒഴിച്ചിട്ടില്ലാന്ന്? ഇത് കണ്ടില്ലേ, ഈ വന്നിരിക്കുന്ന വെള്ളമൊക്കെ ഇറച്ചിന്ന് ഇറങ്ങി വന്ന വെള്ളങ്ങളാ. കണ്ടോ? ഇതിങ്ങനെ ഇളക്കി വറ്റിക്കണം കേട്ടോ മക്കളെ. എന്നാലാണ് നമ്മളെ വരട്ടിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഇറച്ചി 10 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരിച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഇറക്കി വെക്കാം. ഇനി നമ്മുടെ പെരട്ടിനെ പാത്രത്തിലേക്ക് വിളമ്പാം. ഇത് നമ്മളെ ചോറിൻ്റെ ഒപ്പമോ പൊറോട്ടയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് തിന്നോക്കണേ. ഉമ്മക്ക് വായിൽ തരുന്നില്ല എന്ന് പരാതിയുണ്ട്. ഞാനാ പറയണ്ട, ഉമ്മല്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ചിക്കൻ പരട്ട് തേങ്ങാക്കൊത്തും പൊറോട്ട ഉണ്ടാക്കി തരുമോ? ഇനി പൊറോട്ട ഉണ്ടാക്കാൻ പോവട്ടെ മക്കളെ. അത് അടുക്കളയിലാ. അങ്ങനെ ഇങ്ങനത്തെ ചിക്കൻ പുരട്ടി എല്ലാവരും ഉണ്ടാക്കണം. എല്ലാവരുടെ വീട്ടിലും ചിക്കൻ വാങ്ങും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. സംഭവം സൂപ്പറായിട്ടുണ്ട്. ഇത് മറ്റേനേക്കാളും സിമ്പിളായിട്ട് ഉണ്ടാക്കുക അല്ല കറി ഉണ്ടാക്കുന്നതിനേക്കാളും. കറി അത് ശരിയാണ്, കറി ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ വരട്ട് പണിയും കുറവാണ്, മസാലകളും കുറവാണ്, എല്ലാം സിമ്പിളായിട്ട്.